കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയ നിറഞ്ഞവരെ, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും അപകടകരമായ വിത്ത് വിതയ്ക്കാൻ കെൽപ്പുള്ള ഒരു തിന്മയാണ് അസൂയ. ദിവികാനീശയുടെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് വിലയിരുത്താം. ഈ അസൂയ എന്ന തിന്മ നമ്മുടെ ജീവിതത്തെ കാർന്നു തിന്നുന്നുണ്ടോ? അതൊരു വ്യക്തിയുടെ മാത്രം അസ്വസ്ഥത എന്നതിനേക്കാൾ ഈ അസൂയ കുടുംബത്തെയും സമൂഹത്തെയും ഹനിക്കുന്ന, നശിപ്പിക്കുന്ന വലിയൊരു തിന്മയായത് വളരാൻ സാധ്യതയുള്ളതാണ്. പല പാപങ്ങളുടെയും വേരാണ് അസൂയ. അസൂയ, രണ്ട് തരത്തിലുള്ള അസൂയയാണ് നമ്മൾ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കുന്നത്. ഒന്നാമത്, അപരൻ്റെ വളർച്ചയിൽ എനിക്കുണ്ടാകുന്ന അസ്വസ്ഥതയാണ് ഒന്നാമത്തെ അസൂയ. രണ്ടാമത്, അപരൻ്റെ തളർച്ചയിൽ എനിക്കുണ്ടാകുന്ന സന്തോഷമാണ് രണ്ടാമത്തെ തരം അസൂയ. രണ്ടും ഹൈബ്രിഡ് വിത്തുകളാണ്. നമ്മുടെ ജീവിതത്തെ ഒരു നാശത്തിലേക്ക്, ഒരു നെഗറ്റീവായിട്ടുള്ള ഒബ്സസ്ഡ് എനർജിയിലേക്ക് കൊണ്ടുപോകാൻ തക്ക ഭയങ്കരമായ കൊടിയ വിപത്താണ് പ്രിയ നിറഞ്ഞവർ ഈ അസൂയ എന്ന് പറയുന്ന തിന്മ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കായേൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച, അല്ലെങ്കിൽ ആദ്യത്തെ കൊലപാതകത്തിലേക്ക് നയിച്ചത് അസൂയയാണ്. ആബേലിൻ്റെ കാഴ്ച യാഹ്വയെ സ്വീകരിച്ചപ്പോൾ അവൻ്റെ ഉള്ളിൽ മുളപൊട്ടിയ അസൂയ അതൊരു ഒബ്സസ്ഡ് നെഗറ്റീവ് എനർജിയായി അത് മാറിയപ്പോൾ കർത്താവ് കൃത്യമായി അവന് വാണിംഗ് കൊടുക്കുന്നു. ഉൽപ്പത്തി 4:7, മകനെ, നീ ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ല. ഇതാ പാപം വാതിൽക്കൽ തന്നെ പതിയിരുപ്പുണ്ടോർക്കണം, അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം എന്ന് കൃത്യമായി യാഹ്വേ വാണിംഗ് കൊടുത്തിട്ടും ആ വാണിങ്ങിനെ അവഗണിച്ച് അവൻ അടുത്ത സ്റ്റെപ്പ് വയ്ക്കുന്നു. അത് സ്വന്തം സഹോദരൻ്റെ കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കുന്നു. ഉൽപ്പത്തി 4:8. പ്രിയ നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ അസൂയ എന്ന് പറയുന്ന ആ തിന്മയുടെ വേരിനെ നമുക്ക് പിഴുതുകളയാം. സ്നേഹിച്ചുകൊണ്ട്, ഉള്ളു തുറന്ന് സ്നേഹിച്ചുകൊണ്ട്, പരസ്പരം സ്നേഹിച്ചുകൊണ്ട്, അവരനെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് ഈ അസൂയ എന്ന തിന്മയെ നമ്മുടെ ജീവിതത്തിൽ പരിപൂർണമായി ഉന്മൂലനം ചെയ്യാം. അതുവഴി നമ്മുടെ ജീവിതത്തിൽ ദൈവികമായിട്ടുള്ള ഒരു സന്തോഷത്തിൽ, ആനന്ദത്തിൽ, അവരൻ്റെ വളർച്ചയിൽ അവരോട് കൂടെ സന്തോഷിക്കുന്ന, തളർച്ചയിൽ അവരോട് കൂടെ സങ്കടപ്പെടുന്ന ഒരു മനുഷ്യത്വമുള്ള വ്യക്തികളായി രൂപാന്തരപ്പെടുവാനായിട്ട്, ദൈവിക ചൈതന്യമുള്ള മനുഷ്യരായിട്ട് മാറുവാനായിട്ട് നമുക്ക് ഈ തിന്മയുടെ വേരിനെ, അസൂയ എന്ന തിന്മയുടെ വേരിനെ പരിപൂർണമായി നമുക്ക് മുറിച്ചു മാറ്റാം. ഒരു നിമിഷം ദിവികാനീശോയുടെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദിവികാനീശോ നാഥ, ഞങ്ങളുടെ ഉള്ളിൽ അസൂയ എന്ന് പറയുന്ന തിന്മയുടെ വേരിനെ വളരുന്നുണ്ടെങ്കിൽ പൂർണ്ണമായും അതിനെ മുറിച്ചു കളയുവാനും അതിനെ പിഴുതു കളയുവാനും, അങ്ങനെ ഞങ്ങളുടെ ജീവിതം പരസ്പരമായ സ്നേഹത്തിൽ ഉപവിയുടെ ജീവിതം നയിച്ചുകൊണ്ട് ദൈവിക ചൈതന്യമുള്ള മനുഷ്യരായിട്ട് ജീവിതത്തെ മുന്നേറുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയാലും. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.